ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ആസിഫി ബിരിയാണി വന്നിട്ടുണ്ട്. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. ആസിഫി ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. 45-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഒരു വലിയ ബിരിയാണി ഷോപ്പാണ് ഗൈസ്. അതിൻ്റെ ബാക്കിൽ കാണുന്നത് വലിയ ബിരിയാണി റെസ്റ്റോറൻ്റാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്നതാണ് നമ്മുടെ ആസിഫി ബിരിയാണിയുടെ ടാഗ്. ആസിഫി ബിരിയാണി ട്രിവാൻഡ്രത്ത് കേശവദാസപുരത്തുണ്ട്, തമ്പാനൂരുണ്ട്, കഴക്കൂട്ടത്തുണ്ട്, ഈഞ്ചയ്ക്കലുണ്ട്. അതുകൂടാതെ തന്നെ കൊല്ലത്തും ബ്രാഞ്ച് റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഈഞ്ചയ്ക്കലുള്ള ബ്രാഞ്ചിലുള്ള വിശേഷമാണ് ഗൈസ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. കുറച്ച് ഡൈനിങ് സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ കയറി ചെന്ന ഉടനെ തന്നെ അടുക്കളയിലോട്ട് പോയിട്ട് ആസിഫി ബിരിയാണി എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ചെമ്പ് തന്നെ തുറന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ചെമ്പിലാണെങ്കിൽ എങ്ങനെ ആസിഫ് ബിരിയാണി സെർവ് ചെയ്യും എന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓർഡർ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മീഡിയം സൈസ് ബക്കറ്റ് ആസിഫി ബിരിയാണി, അത് മട്ടനാണ്. അതുകൂടാതെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ ലോലിപോപ്പ്, അതുകൂടാതെ തന്നെ ചിക്കൻ 65, പിന്നെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ എക്സ്ട്രാ അല്ലാതെ നമ്മൾ വെളിയിൽ പോയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ആസിഫി ബിരിയാണിയിലെ ചിക്കൻ ബിരിയാണിയും കാട്ടി വെർത്തും ടേസ്റ്റും വന്നിട്ട് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അത് എസ്പെഷ്യലി നമ്മുടെ മീഡിയം സൈസ് ബക്കറ്റ് ബിരിയാണി വാങ്ങിക്കണം. മീഡിയം സൈസ് ബക്കറ്റ് ബിരിയാണി നമ്മൾ പാർസൽ വാങ്ങിക്കുമ്പോൾ ബക്കറ്റിൽ തരും. ഇവിടെ വെച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. മീഡിയം സൈസ് ബക്കറ്റ് ബിരിയാണിയിൽ 5 മുട്ട ഉണ്ട്. 5 മുട്ട കൂടാതെ നമ്മുടെ ആസിഫി ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. സാധാരണയായിട്ട് നമ്മൾ ആസിഫി ബിരിയാണി അല്ല, തമിഴ്നാടിൽ നിന്ന് എവിടെ നിന്ന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാലും അവർ സാധാരണയായിട്ട് തരുന്നത് ഒരു 3-4 സവാള പീസ് തരും. അതുകൂടാതെ അവിടുത്തെ ബിരിയാണിയിലെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ വേവ് കൂട്ടിയാണ് അവർ വയ്ക്കുന്നത്. അതുകൂടാതെ തന്നെ അവർക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല കൂട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു ആസിഫ് ബിരിയാണിയിൽ മട്ടൺ പീസുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സോഫ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ തമിഴ്നാട് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആസിഫി ബിരിയാണിയുടെ ബ്രാഞ്ചസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 45ഓളം ബ്രാഞ്ചസുകൾ ഉള്ള ആസിഫി ബിരിയാണി കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും, അതുകൂടാതെ തന്നെ UAE, ലണ്ടൻ, ദുബായ് പോലെ ഉള്ള വലിയ വലിയ രാജ്യങ്ങളിലും ഉള്ള 45ഓളം ബ്രാഞ്ചസ് ഉള്ള ആസിഫി ബിരിയാണിയിലെ ആ ഒരു ഫുഡിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം തന്നെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ്. വളരെയധികം സോഫ്റ്റാണ്. വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആസിഫ് ബിരിയാണി ഷോപ്പിലാണെങ്കിൽ അത്യാവശ്യം മ്യൂസിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫാമിലി വ്ളോഗ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ആസിഫി ബിരിയാണി കഴിച്ച ഒരു എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ പീസുകൾ ഇതുപോലെ കുറച്ച് റൈസും കൂടെ ചേർത്ത് കഴിക്കണം. ആസിഫി ബിരിയാണി ഏത് സംഭവം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ബ്രിഞ്ചൽ കറിയും ബ്രിഞ്ചലിൻ്റെ കുറച്ച് ആ ഒരു സൈഡ് ഡിഷാണ്, പിന്നെ ആ സാലഡ് അടക്കമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ലോലിപോപ്പും ചിക്കൻ 65 ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം വെർത്ത് തന്നെയാണ്. എല്ലാം കൂടെ ഓവറോൾ 2200 റുപ്പീസിൻ്റെ അകത്ത് മാത്രമായിട്ടുള്ളൂ. മീഡിയം സൈസ് ബക്കറ്റ് ബിരിയാണി തന്നെ വാങ്ങിക്കണം. 5 പേർക്ക് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളടക്കമുള്ളതിൻ്റെ പേരിൽ എല്ലാവർക്കും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എന്നതിൽ നിസ്സംശയം തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മസ്റ്റ് ഈറ്റബിൾ ബിരിയാണി തന്നെയാണ് ആസിഫ് ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.